ഓണത്തിന് മിക്ക വീടുകളിൽ ഉണ്ടാകുന്ന ഒരു കൂട്ടം പായസമാണല്ലോ ഈ ഒരു പ്രഥമൻ എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും ഇന്ന് ആ പ്രഥമൻ ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ. ആദ്യം ഒരു പാത്രം അടുപ്പിൽ വെച്ച് അത് ചൂടായപ്പം അതിലേക്ക് ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത്, ഈ വറുത്ത പരിപ്പ് എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഒരു 3-4 തവണയൊക്കെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കഴുകിയെടുത്തിരിക്കുന്ന പരിപ്പ് മുങ്ങുന്ന തരത്തിലുള്ള വെള്ളവും കൂടെ ഒരു കുക്കറിൽ ചേർത്തിട്ട് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ തേങ്ങാപ്പാലിന് ആവശ്യമായിട്ടുള്ള പൊടി ചേർത്ത് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ച്, ഒരു 7-8 വിസിൽ വന്നപ്പോഴത്തേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതിലുള്ള പ്രഷറൊക്കെ ഒന്ന് പോകുന്നത് വരെ. അപ്പോഴത്തേക്കും പപ്പടം ഉണ്ടാക്കിയെടുക്കാം. കുക്കറിലെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം പരിപ്പ് ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത്, പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്ത് ആദ്യം തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പം കോരി മാറ്റി, പിന്നെ അതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുത്ത്. അണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് അത് ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതേ നെയ്യിൽ ഉടച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, അതിനുശേഷം ശർക്കര പാനിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില ശർക്കരയിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, അതിനുശേഷം മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് ശർക്കരപ്പാനി വീണ്ടും ചേർത്ത് കൊടുത്ത് ഏറ്റവും അവസാനം കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തപ്പോഴത്തേക്കും പരിപാടി കഴിഞ്ഞു പോയതിനെ കുറിച്ചിട്ടുള്ള സങ്കടങ്ങളും വരാനിരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ആകുലതകളും കൊണ്ടാണ് പ്രസൻറ്റ് ലൈഫ് നമുക്ക് മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റാത്തത്. കഴിഞ്ഞു പോയതോ വരാനിരിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ കയ്യിലുള്ളതല്ല. ആകെ നമുക്കുള്ളത് ഈ ഒറ്റൊരു നിമിഷം മാത്രമാണ്, അത് മേഘനായ റബ്ബിൻ്റെ ഔദാര്യത്തോടു കൂടിയുള്ളത്.